നിരപരാധികളെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഉപദ്രവം നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ് ഈ വിഷ്ണു പ്രകാശൻ എന്ന വിഷ്ണു വത്സൻ എന്ന പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. എന്നെ കൂടി ബന്ധപ്പെടുത്തി. ഞാൻ ഈ മണ്ഡലത്തിലെ MLA ആണ്. വിഷ്ണുവിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ്. ഇത് പോയി നോക്കിയ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വീട് എവിടെയാണ്, അവരുടെ വീട് എവിടെയാണ്. നാട്ടുമ്പുറമാണ്, ഒരു അടുത്ത വീട് തന്നെയാണ്. എനിക്ക് പരിചയമുള്ള കുടുംബമാണ്. എൻ്റെ വീടിൻ്റെ അടുത്തായി പോയി എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം ആക്ഷേപം ആ കുടുംബം സഹിക്കേണ്ടി വന്നു. ഈ വത്സനാണ് ഈ വിഷ്ണു ആണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഈ കാര്യങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് കളവായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണം. ഈ കുടുംബത്തിൽ വന്ന മാനക്ഷതത്തിന് ആരാ ഉത്തരവാദി? അത് ഷാഫി പറമ്പിലിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് പരിഹരിക്കപ്പെടുമോ? കുറേ ദിവസങ്ങളായിട്ട് ഇരുന്ന് അലക്കല്ലേ. ഒരു ദിവസം എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പറയുന്നത് MLA മുഖച്ചായ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ടോ പറയുന്നത്, ഷാഫിൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് ഈ അടിസ്ഥാനരഹിതമായ ആരോപണം DCC പ്രസിഡന്റ് ഉന്നയിച്ചില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചു. കോൺഗ്രസിൻ്റെ നേതൃത്വം അങ്ങനെ ഉന്നയിക്കാവൂ? അപ്പോൾ അവരെ കൊണ്ടത് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസിൻ്റെ ആളുകളാണ് അവരെ കൊണ്ടത് പറയിപ്പിച്ചത്, അല്ലാതെ അവർക്ക് നേരിട്ട് ആളുകളെ അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പ്രവീൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, DCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഈ പോലീസുകാരൻ എന്ന് വരെ പറഞ്ഞാൽ എവിടെ കണ്ടിട്ടുണ്ട്, എന്ത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പല്ലേ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും തിരുത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അത് പരിശോധിക്കട്ടെ, കോൺഗ്രസിൻ്റെ നേതൃത്വം പരിശോധിക്കട്ടെ. സ്വാഭാവികമായിട്ടും അതെ 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 അവരനുസരിച്ച പ്രയാസം എത്രയാണ്. നമ്മളെ ആരെങ്കിലും ഒരു വീട്ടിലെങ്ങനെ വന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രയാസം അറിയാം. നമ്മളെ സഹോദരിയെ പറ്റിയോ നമ്മളെ അമ്മയെ പറ്റിയോ ആണ് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നതെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവില്ലേ? അതിങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബം ഇതിങ്ങനെ ഈ അലക്കലിന് വിധേയമാവുകയാണ്. അത് എവിടുന്ന് വരുന്നതെന്നുള്ളത് പരിശോധിക്കട്ടെ. എന്നെക്കുറിച്ച് ഒരുപാട് ഈ സംഭവത്തിന് ശേഷം കള്ള പ്രചാരണം എന്നെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഞാനത് സംബന്ധിച്ച് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മേപ്പേർ പോലീസ് സ്റ്റേഷനിൽ വേറെ അവിടെയുള്ള ആളുകളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിച്ചിട്ട് ഇപ്പം ഈ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായി എന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ DGPക്ക് കൊടുത്തിട്ടുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതി ഒരു പരിശോധിക്കട്ടെ, എന്നിട്ട് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു കൊണ്ടുവരട്ടെ. അതാണുള്ളത്. ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ CPIM-നെതിരായിട്ട് അവർ പ്രചാരവേല നടത്തി. അതിന് മറുപടി പറയാനാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയത്. CPM എന്തിനാ ഇതിന് പ്രതികരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. CPM പ്രതികരിച്ചത് CPM-നെതിരായി നടന്ന പ്രചാരവേലയ്ക്ക് മറുപടി പറയാനാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ CPM-നെതിരായിട്ട് പ്രസംഗിച്ചില്ലേ? DCC പ്രസിഡന്റ് പ്രസംഗിച്ചു, ഓൾ ഇന്ത്യ സെക്രട്ടറി പ്രസംഗിച്ചു, സ്റ്റേറ്റ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് പ്രസംഗിച്ചു. ഇവരല്ലേ K. സുധാകരൻ്റെ പ്രതികരണം എങ്ങനെയാണ്? CPM-നെ ബന്ധപ്പെടുത്തിയിട്ടല്ലേ പ്രതികരണം വന്നത്. ആ പ്രതികരണത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടാണ്. അത് CPM-നെതിരായി വന്ന ആക്ഷേപത്തിനും ആരോപണത്തിനും മറുപടി പറയാനാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനവും പൊതുയോഗവും. ഇവിടെ CPM-ന്റെ നേതൃത്വം മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ആ പ്രകടനവും പൊതുയോഗവും നടന്നിട്ടുള്ളത്. ഈ ആരോപണത്തിന് ആ പൊതുയോഗത്തിൽ മറുപടി പറഞ്ഞു.